ആഭ്യന്തര യുദ്ധം രൂക്ഷമായ പാകിസ്ഥാനിൽ നിന്ന് ഇപ്പോൾ വരുന്ന വാർത്ത അതിലും ഭീകരമായ ഒരു വാർത്തയാണ്. പാകിസ്ഥാൻ സൈന്യത്തിൽ വലിയ കലാപം തന്നെയാണ് നടക്കുന്നത്. കഴിഞ്ഞ കുറേ കാലമായി പാക് സൈന്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു അരക്ഷിതാവസ്ഥ നിലനിൽക്കുകയായിരുന്നുവെങ്കിൽ ഇപ്പോൾ പാക് കരസേനാ മേധാവി മുനീറിനെതിരെ ഒരു പറ്റം സൈനികർ രംഗത്ത് വന്നിരിക്കുന്നു. അത് കേണൽമാരുണ്ട്, മേജർ, ക്യാപ്റ്റന്മാർ, അതുപോലെ ജവാന്മാർ തുടങ്ങിയവർ ഒരു വലിയ കത്ത് തന്നെ തയ്യാറാക്കി കരസേനാ മേധാവിക്ക് നൽകിയിരിക്കുന്നു. ആ കത്തിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് രാജിവെക്കണം, ഇല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നാണ്. അതായത് മുനീറിന് ഒരു വലിയ മുന്നറിയിപ്പ് തന്നെയാണ് ഈ ഒരു വിഭാഗം സൈനികർ നൽകിയിരിക്കുന്നത്. രാജിവെച്ച് പുറത്തു പോയില്ല എങ്കിൽ നിങ്ങൾക്കതിൻ്റെ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന്. കാരണം മുനീറിനെ കുറിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി പുറത്തു വരുന്ന വാർത്ത, അദ്ദേഹം തൻ്റെ നേട്ടത്തിന് വേണ്ടി സൈന്യത്തെ ഉപയോഗപ്പെടുത്തുന്നു, സ്വകാര്യ ലാഭത്തിന് വേണ്ടി സൈന്യത്തെ ഉപയോഗപ്പെടുത്തുന്നു, യാതൊരു വിധ പ്ലാനിങ്ങും ഇല്ലാതെ സൈനികരെ കൊന്നൊടുക്കാനായി പലയിടത്തേക്കും പറഞ്ഞയക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നോട്ടം മുഴുവൻ ബിസിനസ്സിലും രാഷ്ട്രീയത്തിലുമാണ് എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ആ പാകിസ്ഥാൻ സൈന്യത്തിനിടയിൽ തന്നെ ഈ വികാരം പടർന്നു പിടിക്കുകയും അത് രൂക്ഷമായി തന്നെ പുറത്തേക്ക് വരുന്ന ഒരു കാഴ്ചയാണ്. രൂക്ഷമായി തന്നെ കരസേനാ മേധാവിക്ക് ഈ മേജർമാരും ഒപ്പം തന്നെ കേണലും ജവാന്മാരും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ സംഘം തന്നെയാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മുന്നറിയിപ്പ് കത്തിൻ്റെ രൂപത്തിലാണ് നൽകിയിരിക്കുന്നത്. രാജിവെക്കുക, ഇല്ലെങ്കിൽ പ്രത്യാഘാതം വലുതാകുമെന്ന്. ഇവിടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അല്പം ഭയത്തോടു കൂടിയാണ് കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. കാരണം പാകിസ്ഥാനിലെ സൈന്യത്തിൻ്റെ സ്ട്രക്ചർ തകർന്നു കഴിഞ്ഞാൽ അവിടെ ആണവായുധങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. ഇത്തരത്തിലുള്ള ആയുധങ്ങൾ, വിനാശകരമായ ആയുധങ്ങൾ ഒരുപക്ഷെ ഭീകരരുടെ കയ്യിലേക്ക് എത്തപ്പെടാനുള്ള സാധ്യതകളും ഏറെയാണ്. അതുകൊണ്ട് തന്നെ ലോകം തന്നെ ഭയത്തോടെയാണ് കാണുന്നത് പാകിസ്ഥാനിൽ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ. ആഭ്യന്തര യുദ്ധം ഒരു വഴിക്ക് നടക്കുന്നു. അതൊക്കെ നിയന്ത്രിക്കേണ്ട സൈന്യത്തിൽ തന്നെ വലിയ കലാപമാണ് ഇപ്പോൾ നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.